എൻ്റെ പേര് കോശി. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു. ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു ഞാൻ. ഇപ്പോൾ പെൻഷൻ പറ്റിയിട്ട് 4 വർഷമായി. എൻ്റെ ഭാര്യയുടെ പേര് സാറാമ്മ. 2 ആൺമക്കളും എനിക്കുണ്ട്. മക്കളിൽ ഒരുത്തൻ എൻ്റെ വഴിയിൽ തന്നെയാണ്. മറ്റവൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ സാറാമ്മയ്ക്ക് പ്രായം 55. ഒരു താറാവിൻ്റെ ലുക്കാണ് അവൾക്ക്. സ്വഭാവം കാട്ടുപന്നിയുടെയും. കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ മുതൽ തന്നെ ഞങ്ങൾ തമ്മിൽ കീരിയും ബാബിനെയും പോലെയാണ്. വളരെ അഗാധമായ സ്നേഹബന്ധത്തിലാണ്. പിള്ളേരെ ഉണ്ടാക്കുന്ന കാലം വരെ ഞങ്ങൾ നന്നായി ആഘോഷിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനത് നിർത്തി. ഉറക്കം പോലും വേറെ വേറെ മുറികളിലാണ്. പക്ഷേ എൻ്റെ അത്ഭുതം ഇതല്ല. എങ്ങനെ ഇത്ര നാളും ഞാനും അവളും ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളതാണ്. അവളും ഞാനും തമ്മിൽ എന്നും മുട്ടം വഴക്ക് നടക്കുമെങ്കിലും വീട്ടുകാര്യങ്ങളെല്ലാം ഒരു മുറയും തട്ടാതെ ഞാനും അവളും ചെയ്യാറുണ്ട്. സാറാമ്മയും ഞാനും തമ്മിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ പങ്കായം വെറുതെ ഇരിക്കുകയായിരുന്നെന്ന് നിങ്ങൾ കരുതരുത്. ഇഷ്ടം പോലെ ജോലി സ്ഥലത്തും നാട്ടിലും എനിക്ക് കിട്ടാറുണ്ട്. അതൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കാണാൻ ഇരുനിറമാണ്. 5.25 അടി ഉയരം. കണ്ടാൽ അധികം പ്രായമൊന്നും തോന്നിക്കേമില്ല. എൻ്റെ ചില ഓഫീസർമാരുടെ ഭാര്യമാരെ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ പറയാം. അതും എനിക്ക് സൗകര്യമുണ്ടെങ്കിൽ പറഞ്ഞു തരാം. തൽക്കാലം ഈ അടുത്ത് നടന്ന ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച ഒരു കഥ പറയാം. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്കെന്തോ തുള്ളിച്ചാടാൻ തോന്നുന്നു. എൻ്റെ തൊട്ടയൽപക്കത്ത് താമസിക്കുന്ന ഒരു വാര്യരും കുടുംബമാണ്. അവർക്ക് 2 മക്കൾ. മൂത്ത പെണ്ണിനെ കെട്ടിച്ചു വിട്ട്. ഇളയവൻ ഒരു കമ്പനിയുടെ സെയിൽസ്മാനോ മാനേജറോ എന്തൊക്കെയോ ആണ്. മിക്കവാറും ടൂറിലായിരിക്കും അവൻ. അവൻ പോയാൽ പിന്നെ വീട്ടിൽ വാര്യരും ഭാര്യയും മാത്രമേ കാണൂ. അയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഒരു കിഴങ്ങൻ. കുടിയില്ല, വലിയില്ല, മാംസാദികൾ കഴിക്കേയില്ല. സദാ അമ്പലം, പൂജ, പൂവ് എന്നൊക്കെ പറഞ്ഞ് നടക്കാണ്. അയാൾ എവിടെ പോയാലും വാലുപോലെ പിന്നാലെ പോകുന്ന ഒരു ഭാര്യയും. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന പോലെയാണ് രണ്ടാളും. അയൽക്കാരോട് വലിയ അടുപ്പമൊന്നുമില്ല രണ്ടാൾക്കും. പക്ഷെ അയാളുടെ ഇളയ ചെറുക്കൻ രാധാകൃഷ്ണൻ ആളൊരു കോഴിയാണ്. അവൻ തന്തയുടെ പോലെയൊന്നുമല്ല. എല്ലാം കഴിക്കും. എൻ്റെ കൂടെ ഇരുന്ന് അവൻ കുടിക്ക് കമ്പനി തരാറുണ്ട്. ഒരിക്കൽ അവൻ എന്നോട് പറഞ്ഞു അവനൊരു പെണ്ണുമായി പ്രണയത്തിലായെന്ന്. അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന്. അത് കേട്ട് ഞാൻ പറഞ്ഞു, നീ കെട്ടിക്കോ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അങ്കിളെ, എൻ്റെ തന്തപ്പടി അറിയാലോ, അങ്ങനെ സമ്മതിക്കില്ല, അവൻ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ, നീ ഏത് പെണ്ണിൻ്റെ കാര്യമാണ് ഈ പറയുന്നേ? നീ ലൈനടിച്ചിട്ടുള്ള എത്ര എണ്ണം ഈ നാട്ടിൽ തന്നെയുണ്ട്? അതിൽ ഏതിനെയാണ് നീ കെട്ടാൻ തീരുമാനിച്ചത്? സ്ഥലത്തെ പ്രധാന കോടിയായ അവൻ്റെ ചരിത്രം നന്നായി അറിയാമെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവളുമാരെയൊക്കെ ആർക്ക് വേണം അങ്കിളെ? ഇതൊരു മുസ്ലിം കുട്ടിയാണ്. അവളുടെ വീട്ടുകാരും സമ്മതിക്കില്ല. അവൾക്ക് പക്ഷേ അവളുടെ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. കാരണം അവളുടെ ഉമ്മയെ കെട്ടിയ ആൾക്ക് വേറെ കുടുംബമുണ്ട്. അയാൾക്ക് കൂടുതൽ അടുപ്പം മറ്റേ വീട്ടുകാരാണത്രേ. എങ്കിലും അവളുടെ ഇഷ്ടമനുസരിച്ച് ഒരു അന്യജാതിക്കാരന് പെണ്ണ് നൽകാൻ അയാൾക്ക് മനസ്സില്ല. അവളെ കെട്ടിച്ചു മഹർ മേടിക്കാൻ ഇരിക്കുകയാണ് അയാൾ. ഏതോ അറബിക്ക് അവളെ നൽകാൻ പരിപാടി ഉണ്ടത്രേ. ഒന്ന് നിർത്തിയ ശേഷം അവൻ തുടർന്നു. ഞാൻ അവളെ ഇഷ്ടമാണെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ എന്നെ കൊന്നില്ലെന്നേ ഉള്ളു അങ്ങേര്. അത് ശരി, നീ ഒരു കാര്യം ചെയ്, അവളെ ഇങ്ങ് കടത്തിക്കൊണ്ട് വാ. വരുമ്പോൾ അല്പം കശപിശയൊക്കെ ഉണ്ടാകും. പിന്നെ എല്ലാം പതിയെ ലെവലായിക്കോളും. ഞാൻ അവനെ ഉപദേശിച്ചു. അങ്കിളെ, ഈ നാട്ടുകാരെ അറിയാലോ, എല്ലാം കൂടി എന്നെ പഞ്ഞിക്കിടും. ഞാൻ പണിഞ്ഞ 1-2 അവൾമാർക്ക് എന്നെ കെട്ടണമെന്ന് മോഹമുണ്ട്. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു പ്രശ്നത്തിലകപ്പെട്ടാൽ ഒരെണ്ണം എൻ്റെ കൂടെ നിൽക്കില്ല, അവൻ വിഷമത്തിൽ പറഞ്ഞു. നാട്ടുകാരോട് പോകാൻ പറയടാ, ഞാനുണ്ട് നിൻ്റെ കൂടെ. ഈ കോശി ആരാണെന്ന് നിൻ്റെ വിചാരം? നീ ധൈര്യമായി പോയി വാ, അവളെ ഇങ്ങ് കൊണ്ടുവാ. ഇനി നിന്റെ തന്തപ്പടി നിന്നെയും അവളെയും അവിടെ താമസിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിൽ നിങ്ങൾ തൽക്കാലം താമസിച്ചോ. എൻ്റെ പിള്ളേർ കല്യാണം കഴിക്കുന്ന കാലത്തോ മറ്റോ അവിടെ നിന്ന് മാറിയാൽ മതി. അതും അവന്മാർ അവിടെ താമസിക്കാൻ തീരുമാനിച്ചാൽ മാത്രം. അത് കേട്ടതും അവൻ്റെ മുഖം വിടർന്നു.
അങ്ങനെ അവൻ പെണ്ണുമായി എത്തി. വാര്യർ അവനെ അന്ന് തന്നെ അടിച്ചിറക്കി. അതോടെ പെണ്ണുമായി അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് അവളെ ഞാൻ ആദ്യമായി കാണുന്നത്. ഈ പ്രായത്തിൽ എൻ്റെ ആൾ ഇത്രയും തലയെടുപ്പോടെ എഴുന്നേറ്റ് നിന്നത് സൈനബയെ കണ്ടപ്പോഴാണ്. ഒരു പെണ്ണിന് ഇത്രയും സൗന്ദര്യമുണ്ടാകുമോ എന്നൊരു ശങ്ക മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നെ കണ്ടപ്പോൾ അവൾ നാണിച്ച് നഖം കടിച്ചു. അവളുടെ ആ സൗന്ദര്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനോട് തോന്നിയ അസൂയക്ക് ഒരളവുമില്ലായിരുന്നു. എന്താടാ തന്തപ്പടി മുട പറഞ്ഞോ? ഞാൻ അവനോട് ചോദിച്ചു. അതെ അങ്കളെ, ഇനി അങ്കിള് പറഞ്ഞ വഴിയേ ഉള്ളൂ, അവൻ ദുഃഖിതനായി എന്നെ നോക്കി പറഞ്ഞു. ആ, നീ കയറിയിരിക്കടാ. അവനും അവളും ഉള്ളിൽ കയറി സോഫയിലിരുന്നു. ഇതേതട രാധാകൃഷ്ണ ഈ പെണ്ണ്? ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന എൻ്റെ ശ്രീമതി താറാവ് മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇതവൻ കെട്ടിയ പെണ്ണ് സൈനബ. ഞാനാണ് അതിന് ഉത്തരം പറഞ്ഞത്. ദൈവമേ, മേത്തച്ചി പെണ്ണോ? ഇതെന്താടാ, നിനക്ക് പ്രാന്തായോടാ? ഇതെന്ത് കൂത്താ ദൈവമേ? താറാവ് അവളുടെ ആരോ വേണ്ടപ്പെട്ട ആള് മുസ്ലിം പെണ്ണിനെ കെട്ടിയ മാതിരി കിടന്ന് കാറാൻ തുടങ്ങി. ഒന്നും മിണ്ടാതിരിക്കടി, പോയി ഓരോ ചായ കൊണ്ടുവാ. ഓ പിന്നെ, ഞാൻ കുറേ ഇടും. എങ്ങാണ്ടൊന്നോ മേത്തച്ചി പെണ്ണിനെ അടിച്ചോണ്ട് വന്നിട്ട് വന്നേക്കുന്നു. ഇറങ്ങിപ്പോടാ. അവളുടെ ഒരു നാണം കണ്ടില്ലേ? പെണ്ണിൻ്റെ മുഖം വാടുന്നതും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നതും കണ്ടപ്പോൾ എനിക്കാകെ കലി കയറി. പോടി അപ്പുറത്ത്, മര്യാദക്ക് നിന്നില്ലെങ്കിൽ അടിച്ച് പല്ലളക്കും, ഞാൻ അവളോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ സൈനബെ നോക്കി. മോള് കരയാതെ, അവൾക്ക് വിവരമില്ല. അയ്യോ, അങ്ങയുടെ ഒരു മോള്. എന്നാ രണ്ടെണ്ണത്തിനെയും ഇങ്ങോട്ട് കയറ്റങ്ങ് പൊറപ്പിച്ചോ. ചാടിത്തുള്ളി സാറാമ്മ ഉള്ളിലേക്ക് പോയി. സൈനബയുടെ അതരങ്ങൾ വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. എന്തൊരു സൗന്ദര്യ! അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഞാൻ വെമ്പി. എടാ നീ വാ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിടാം. വേണ്ട സാധനങ്ങളും നമുക്ക് വാങ്ങാം. അങ്ങനെ പേടിച്ചു മാറാൻ പറ്റത്തില്ലല്ലോ. മോള് വിഷമിക്കാതെ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സൈനബ നിറ കണ്ണുകളോടെ എന്നെ നോക്കി. അവളിൽ ചെറിയ പുഞ്ചിരി വിടരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അവർ എൻ്റെ ഒഴിഞ്ഞു കിടന്ന വീട്ടിൽ താമസമായി. എൻ്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലവും വീടും. 1/2 ഏക്കർ സ്ഥലവും വീടും നിൽക്കുന്നത് അല്പം ഉള്ളിലേക്ക് കയറിയാണ്. ഒരു കാറ് കയറി ചെല്ലാനുള്ള വഴിയുമുണ്ട്. അങ്കിൾ, ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരണേ. ഞാൻ ടൂറിന് പോയ സൈനബ മാത്രമേ ഇവിടെ കാണൂ. രാധാകൃഷ്ണൻ എന്നോട് ആദ്യ ദിവസം തന്നെ പറഞ്ഞു. അതവൻ പറഞ്ഞപ്പോൾ സൈനബ എൻ്റെ കണ്ണിലേക്ക് നോക്കിയൊരു നോട്ടം അതെനിക്ക് മറക്കാനേ സാധിക്കില്ല. എന്തായാലും എൻ്റെ നല്ല കാലത്തിന് ഭാര്യ താറാവ് കുറേ ദിവസത്തേക്ക് അവളുടെ അനിയത്തിയുടെ അടുത്തേക്ക് സുഖവാസത്തിന് പോയി. വീട്ടിൽ ഞാൻ തനിച്ചായപ്പോൾ അവനും ഭാര്യയും കൂടി പലപ്പോഴും വീട്ടിൽ വരാൻ തുടങ്ങി. സൈനബ ആളാകെ മാറിയിരിക്കുന്നു. അവൾ മൊത്തത്തിൽ മറയ്ക്കുന്ന വേഷങ്ങൾ മാറ്റി അല്പം പ്രദർശനമൊക്കെയുള്ള വേഷങ്ങൾ ഇടാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കുന്നത്. കൂടെയുള്ള അവരുടെ വീട്ടിലേക്കുള്ള സന്ദർശനം അവളുമായുള്ള എൻ്റെ അടുപ്പവും വർദ്ധിപ്പിച്ചു. സൈനബ ഇപ്പോൾ ഒരു സുഹൃത്തെന്ന പോലെയാണ് എന്നോട് ഇടപെടുന്നത്. അങ്കിളെ, നാളെ ഞാനൊരു കോൺഫറൻസിന് പോവാണ് ബാംഗ്ലൂരിലേക്ക്. ഒരാഴ്ച കഴിഞ്ഞേ എത്തൂ. അങ്കിൾ ഇടയ്ക്ക് വീട്ടിലേക്കൊന്ന് ചെല്ലണം. ഇവൾ തനിച്ചേ കാണൂ വീട്ടിൽ. സൈനബയുമായി എൻ്റെ വീട്ടിലേക്കെത്തിയ രാധാകൃഷ്ണൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു. ഇവളെ കൂടി കൊണ്ടുപോടാ, ഞാൻ അവനോട് പറഞ്ഞു. അത് പറ്റില്ല അങ്കിളെ, ഒഫീഷ്യൽ കോൺഫറൻസ് ആണ്, ഫാമിലി മെമ്പേഴ്സ് പറ്റില്ല. അങ്കിൾ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. മോളെ, നീ പോയി ഒരു ചായ ഇട്, ഞാൻ സൈനബയോട് പറഞ്ഞു. ഇപ്പോൾ അവൾ വീട്ടിൽ വന്നാൽ അടുക്കളയിൽ കയറി അത്യാവശ്യം എന്നെ സഹായിക്കലൊക്കെ ചെയ്യാറുണ്ട്. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങി. അങ്കിളെ, ഇവളെയും കൊണ്ടൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഇവിടുത്തെ ഏരിയ മാനേജർ ഒരു മിസ് ഹേമലതയാണ്. കേരളത്തിൽ നിന്നും ഞങ്ങൾ 2 ആൾ മാത്രമേ ഈ കോൺഫറൻസിനുള്ളൂ. ഞങ്ങൾക്ക് 2 ആൾക്കും വേണ്ടി ഒരു റൂമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവളെ കൊണ്ടുപോകാൻ പറ്റുമോ? കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു. എടാ കള്ള, ആളെങ്ങനെയുണ്ട്, കൊള്ളാവോ? ഞാൻ അവനോട് ചോദിച്ചു. കൊള്ളാവോന്നോ? അടിപൊളിയാ അങ്കിളെ. അവളുടെ ഭർത്താവാണെങ്കിൽ ഒരു കിഴങ്ങനും. എന്നെ വലിയ കാര്യമാണ്. ഞാൻ അങ്കിളായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ.
ചേട്ടാ ചായ. സൈനബ ചായയുമായി എത്തി. അവന് ചായ നൽകിയ ശേഷം അവൾ എനിക്കും ചായ നൽകി. അത് വാങ്ങുമ്പോൾ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. ഞാൻ നോക്കുന്നത് അവൾ കണ്ടപ്പോൾ അവളുടെ മുഖം തുടുക്കുന്നതും ഞാൻ കണ്ടു. രാധാകൃഷ്ണൻ ബാംഗ്ലൂരിലേക്ക് പോയ അടുത്ത ദിവസം ഒരു 11 മണിയോടുകൂടി ഞാനൊരു കുപ്പിയും വാങ്ങിയിട്ട് സ്കൂട്ടറിൽ സൈനബയുടെ വീട്ടിലേക്ക് വിട്ടു. തലേന്ന് കണ്ടപ്പോൾ ഉച്ചയ്ക്ക് അവൾ ചോറ് വയ്ക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ 2 കഴിക്കുമെന്നും അതിലവൾക്ക് വിരോധമുണ്ടോ എന്നും ഞാൻ ചോദിച്ചപ്പോൾ അവൾക്കൊരു പ്രശ്നമില്ലെന്നാണ് എനിക്ക് മറുപടി കിട്ടിയത്. അങ്ങനെ ഞാൻ ചെന്നു. നല്ല നാടൻ ബിരിയാണിയുടെ മണമാണ് എന്നെ ആദ്യം എതിരേറ്റത്. ഞാൻ വണ്ടി വെച്ച ശേഷം കതകിൽ മുട്ടി. സൈനബ കതക് തുറന്നു. ഒരു മാക്സിയാണ് അവളുടെ വേഷം. ലോകത്ത് സ്ത്രീകൾ ഇടുന്നതിൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന വേഷമാണത്. പക്ഷേ സൈനബ ആ വേഷത്തിലും അതിസുന്ദരിയായിരുന്നു. ആഹാ, നല്ല ബിരിയാണിയുടെ മണം. ഞാൻ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു, അങ്കിളെ, ഇതാണ് കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ടാക്കുന്നത് കോഴിക്കോടൻ ഹൽവയല്ലേ? ഞാൻ ചോദിച്ചു. സൈനബ നാണിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു. ഓ പിന്നെ, എന്നെങ്ങനെ പൊക്കല്ലേ? അവൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ചോദിച്ചു. ഒന്ന് പോവങ്ങളെ, എനിക്കറിയില്ല. ആണോ? എന്നാ എനിക്കറിയാം. ഇജ്ജ് ഒരു 1-ാം തരം ചൂടൻ ഹൽവയാണ്. ഹോ, രാധാകൃഷ്ണൻ്റെ ഒരു ഭാഗ്യം. നീ കുറച്ച് വെള്ളവും ഗ്ലാസും എടുത്തോ. കുപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ടച്ചിങ്സ് വേണ്ടേ? കള്ളച്ചിരിയോടെ സൈനബ ചോദിച്ചു. ആഹാ, നീയെല്ലാം പഠിച്ചല്ലോടി. ആ, ചേട്ടനും കഴിക്കും. അവൾ അങ്ങനെ പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ അവൾ ഗ്ലാസും വെള്ളവും ഒരു പ്ലേറ്റിൽ ചിക്കൻ വറുത്തതും കൊണ്ടുവന്നു. അങ്കിളെ, ഫുഡ് റെഡിയാണ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രാവിലെ കുളിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ശരി ശരി, ഇജി കുളിക്ക്. നമ്മൾ 2 കഴിക്കട്ടെ. ദേ, എന്നെ കളിയാക്കല്ലേട്ടോ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല സംസാരിക്കുന്നത്, അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ, ഇജി പോയിട്ട് വരി, സമയം കളയാണ്ട്. ഒന്ന് പോവങ്ങളെ. അവൾ എൻ്റെ തോളിൽ ഒരിടി തന്നിട്ട് ഉള്ളിലേക്ക് പോയി. അതിൻ്റെ ചാഞ്ചാട്ടം കണ്ടപ്പോൾ തന്നെ എനിക്കും മൂക്കാൻ തുടങ്ങി. ഞാൻ കുപ്പി തുറന്ന് ഒന്നൊഴിച്ചു. പിന്നെ മെല്ലെ അത് കുടിച്ചു. സൈനബയെ പോലുള്ള ഒരു സുന്ദരി ഇവിടെ ഇട്ടിട്ട് ആ കിഴങ്ങൻ ആരുടെ ഒപ്പം പോയിരിക്കുന്നു. രാധാകൃഷ്ണൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് സഹതാപം തോന്നി. അവനെ വിശ്വസിച്ച് വീട് വിട്ടിറങ്ങി വന്ന പെണ്ണാണ്. എനിക്ക് പ്രായം കുറവായിരുന്നെങ്കിൽ ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കിയേനെ എന്നെനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അവളെക്കുറിച്ച് പലതും ഓർത്തുകൊണ്ട് ഞാൻ 3-4 അകത്താക്കി. ഹോ, എന്തൊരു കുടിയാ അങ്കളെ, ഒരു കുപ്പി പാതിയാക്കിയല്ലോ. അവൾ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവളെ നോക്കി. സൈനബ ഇപ്പോൾ ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.